ഈ കുട്ടിക്ക് ജസ്റ്റ് 15 വയസ്സുള്ളപ്പോൾ തന്നെ ഈ കുട്ടി മരിച്ചു പോയിരുന്നു. Talk about when I grow up and what am I going to do for a living and my dream job and my husband and how many kids I want to. വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡിസീസ് ഇവർക്കുണ്ടായിരുന്നു. ലോക ജനസംഖ്യയിൽ മൊത്ത ജനസംഖ്യയിൽ ആകെ 500 പേർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു വളരെ റെയർ ആയിട്ടുള്ള ഒരു ഡിസീസായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പക്ഷേ ആ ഡിസീസിനൊന്നും ഇവരുടെ ഹാപ്പിനെസ് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവരുടെ സന്തോഷം എടുത്ത് മാറ്റാനോ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ചിരിച്ചുകൊണ്ട് എല്ലാവരും ചിരിച്ചും കളിച്ചും എപ്പോഴും ഈ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഷെയർ ചെയ്തായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഈ കുട്ടി കിട്ടിയ വളരെ ചെറിയ സമയത്ത് തന്നെ കുറേ ആൾക്കാർ ഇൻസ്പയർ ചെയ്യാൻ ഇവർ കഴിഞ്ഞിരുന്നു. ഇവർ ജനിച്ച സമയത്ത് ഇവർ ജനിച്ച് 3 മാസത്തിൽ തന്നെ ഇവർ ചികിത്സിച്ച ആ ഒരു ഡോക്ടേഴ്സ് പറഞ്ഞത് ഇവർക്ക് പെട്ടെന്ന് പ്രായമാകുന്ന അല്ലെങ്കിൽ വേഗത്തിൽ ഏജ് ആവുന്ന ഒരു രോഗം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ 13 വയസ്സ് വരെ ജീവിച്ചിരിക്കുള്ളൂ. 13 വയസ്സ് കഴിഞ്ഞാൽ എന്താ മരിക്കുമെന്നായിരുന്നു ആ ഡോക്ടേഴ്സ് എല്ലാവരും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അമ്മ മുഴുവൻ സമയം ഇവരെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കാര്യത്തിലും ഇവരെ കൂടെ തന്നെ നിന്നിട്ട് ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് ഇവരെ കൂടെ തന്നെ ആയിരുന്നു. കാരണം എല്ലാ കുട്ടികളും കിട്ടുന്ന ആ ഒരു സമയം ഇവർക്കില്ല, അത് ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മകള് എല്ലാവരും അനുഭവിക്കുന്ന ആ ഒരു ഹാപ്പിനെസ്, എല്ലാവരും കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഈ കുട്ടിക്ക് കിട്ടണം എന്നായിരുന്നു ഇവരമ്മ ആ സമയത്ത് ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും സപ്പോർട്ട് ചെയ്ത് ഇവരമ്മ ആ കുട്ടിയുടെ കൂടെ തന്നെ മുഴുവൻ സമയം ഉണ്ടായിരുന്നു. വളരെ കുറച്ച് സമയത്ത് തന്നെ ഇവരുടെ പാരൻസിന് ഒരു കാര്യം മനസ്സിലായി, ഇവൾക്ക് ഭയങ്കര ടാലൻസ് ഉണ്ട്, അതായത് ആൾക്കാരോട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ ഒരു കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചുറ്റുള്ളവർക്ക് ഈ ഹാപ്പിനെസ് ഷെയർ ചെയ്യാൻ ഇവർക്ക് പറ്റുന്നുണ്ട്. എല്ലാവരും സന്തോഷിപ്പിക്കാനും അതുപോലെ തന്നെ ഇവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഭയങ്കര ക്യൂട്ടായിരുന്നു കാണാനായിട്ട്. 2012 ജൂൺ 9 അഡാലി റോസ് ഇവരൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ആ സമയത്ത് അമ്മയോട് ചോദിച്ചിരുന്നു. ആ ക്രിയേറ്റ് ചെയ്തോളൂ, എന്ത് കാര്യം വന്നാലും ഞാൻ കൂടെ ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സമ്മതിച്ചിരുന്നു. അഡാലി റോസ് അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇവരുടെ ചെറിയ മേക്കപ്പ് ട്യൂട്ടോറിയൽസ്, അതുപോലെ തന്നെ വീട്ടിലുള്ള ഇവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വീട്ടിൽ അവർ ഡെയിലി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ആ യൂട്യൂബ് ചാനൽ കൂടെ ഷെയർ ചെയ്യാൻ ഇവരൊക്കെ സമയത്ത് കഴിഞ്ഞിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നേടിയെടുക്കാൻ ഇവർ കഴിഞ്ഞിരുന്നു. ഇവരുടെ ആ ഒരു ക്യൂട്ട്നെസ് കാണാനും ഇവരുടെ ആ ഒരു പോസിറ്റിവിറ്റിയും ഇവരുടെ ആ ഒരു ചാമിനെസ് കാണാനായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഡെയിലി അവരുടെ ചാനലിലേക്ക് വന്നുകൊണ്ടിരുന്നു. അഡാലി റോസ് അവരുടെ ഓരോ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പോസിറ്റിവിറ്റി അവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ എല്ലാവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടാവും. പക്ഷേ ഇവർ ചെയ്യുന്ന അതേ കണ്ണൻ ഉപയോഗിച്ച് തന്നെ ഇവരെ ഹേർട്ട് ചെയ്യാൻ വരുന്ന കുറേ ആൾക്കാരും ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഡാലി റോസ് അപ്ലോഡ് ചെയ്യുന്ന കുറേ വീഡിയോസിൻ്റെ കമൻസും ഇവരുടെ ഫാമിലി ഓഫ് ആക്കിയിരുന്നു. കാരണം ഇവർ അപ്ലോഡ് ചെയ്യുന്ന കുറേ നല്ല നല്ല പോസിറ്റിവിറ്റി ഉള്ള വീഡിയോസിന് പോലും കുറേ ഹേറ്റ് കമൻറ്റ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന കുറേ ആൾക്കാരും ആ സമയത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരമ്മ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത് ഈ ഹേറ്റ് കമൻസൊക്കെ ഇവൾ അഫക്റ്റ് ചെയ്യുമോ, ഇവളങ്ങനെ ഡൗൺ ആയി പോകുമെന്ന് വിചാരിച്ചിട്ട് കുറേ വീഡിയോസിൻ്റെ കമൻസും ആ സമയത്ത് ഓഫാക്കിയിരുന്നു. എങ്ങനെയാണ് ആൾറെഡി ഇത്ര അധികം കാര്യം ഡീൽ ചെയ്യുന്ന ഒരു കുട്ടിയെ ഹേറ്റ് കമൻറ്റ് ചെയ്തിട്ട് വീണ്ടും അവർ ഹേർട്ട് ചെയ്യാനായിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും ഈ അഡാലി റോസിനെ അഫക്റ്റ് ആയിരുന്നില്ല. അവർക്ക് ഈ ഹേറ്റ് കമൻസിനെ അതുപോലെ തന്നെ ഹേറ്റേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഒരു സിറ്റുവേഷനിലും ഒന്ന് ആലോചിച്ചിട്ട് ഫീൽ ആവുക അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനെങ്ങനെ ഹേർട്ട് കമൻറ്റ് വരുന്നു, ഇവരൊക്കെ എന്തിനു ഹേറ്റ് കമൻറ്റ് ചെയ്യുന്നു എന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയെ അങ്ങനെയൊന്നും ഒരു പോയിന്റും ഇരുന്നിട്ടില്ല. അവരെ കാര്യം ചെയ്തിട്ട് അവർ ഹാപ്പി ആയിരുന്നു. കാരണം അവർക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ ആരെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല. അവർ ഡെയിലിയും അവരെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുക, അവരുടെ ലൈഫിൽ അവർ ബിസി ആയിരുന്നു. അവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ അവർ ചുറ്റുമുള്ള ആൾക്കാരിൽ സന്തോഷം എത്തിക്കാനും അവർക്ക് എല്ലാ പോയിന്റും കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം അവസാനിക്കാൻ പോകുന്നു, ഈ ഒരു പോയിന്റിൽ അവസാനിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞ സമയത്ത് അവരുടെ ഫോളോവേഴ്സിനൊക്കെ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഈ രോഗത്തിന് അവരുടെ ഹാപ്പിനെസ് എടുത്ത് മാറ്റാൻ പറ്റിയില്ലെങ്കിലും അഡാലി റോസ് അവർക്ക് അവരുടെ ഹെൽത്ത് ഭയങ്കര എഫക്റ്റ് ആവുന്നുണ്ടായിരുന്നു. Scar tissue? Yeah, scar. Good job. It creates scar tissue over your eye, and that's why it's like white looking. അവർക്ക് ഒരു സ്റ്റേജിൽ അവരുടെ കേൾവി നഷ്ടപ്പെട്ടു, ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. I have some bad news. Adali lost her hearing about
I think like maybe 3 months ago. She got really sick. She lost her hearing and it hasn't returned. പക്ഷെ ആ സമയത്തൊന്നും അവരപ്പോഴും ഡൗൺ ആവാതെ അപ്പോഴും അവർ സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ, അതായത് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റേജിൽ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അവർ പറഞ്ഞു. 2022 ജനുവരി 19 അന്നായിരുന്നു ഇവരുടെ അവസാനത്തെ മണിക്കൂറുകൾ. ആ സമയത്ത് ഇവർ മുന്നോട്ട് വന്നിട്ട് ഇവർ കുറേ പേർ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഇവർ ആ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്ത അവരുടെ ഫാമിലി, അവരുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, ഓരോ മൊമെൻറ്റിലും അവർ സപ്പോർട്ട് ചെയ്ത അവർ ചുറ്റുള്ള ആൾക്കാർ, അവർ ചില സമയം ഡൗൺ ആയ സമയത്ത് ഇവർ ആ സമയത്ത് സപ്പോർട്ട് ചെയ്ത അവരുടെ പാരൻസ് എല്ലാവരും ഇവർ അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു. 2022 ജനുവരി 19 അന്നായിരുന്നു ഇവർ മരണപ്പെട്ടത്. ഈ ന്യൂസ് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി. കാരണം ഇവരെല്ലാവരെ പോലെ ഭൂമിയിൽ കുറേ കാലം ജീവിക്കണമായിരുന്നു. കോടിക്കണക്കിന് ആൾക്കാരെ ഇൻസ്പയർ ചെയ്തുകൊണ്ട് എല്ലാവരെയും പോലെ ജീവിക്കണമായിരുന്നു. പക്ഷെ അവർക്കത് കഴിഞ്ഞില്ല. നമുക്ക് ഇവരുടെ ജീവിതത്തിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന കാര്യം എന്ന് നോക്കിയാൽ ഇവരുടെ ആറ്റിറ്റ്യൂഡ്, ഇവരുടെ കോൺഫിഡൻസ്, ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് എടുക്കാൻ വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന, നമുക്ക് പകർത്താൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ ഇവരുടെ ലൈഫിലുണ്ടായിരുന്നു. അതൊക്കെ ഫോളോ ചെയ്യുവാണെങ്കിൽ നമുക്കും കുറേ ഹാപ്പി ആയിട്ടുള്ള, കുറേ പോസിറ്റിവിറ്റി ഉള്ള, കുറേ കോൺഫിഡൻസ് ഉള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും പറ്റും.